ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമുക്കിത് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റിന് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്കിത് ബ്രേക്ക്ഫാസ്റ്റിന് മാത്രമല്ലേ, നമുക്ക് ഈവനിങ് സ്നാക്കായിട്ടോ അല്ലെങ്കിൽ ഡിന്നറൊക്കെ ആയിട്ട് നമുക്ക് ലഞ്ച് ബോക്സിൽ കുട്ടിക്ക് കൊടുക്കാനൊക്കെ പറ്റിയ നല്ല അടിപൊളി റെസിപ്പിയാണ്. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതിൻ്റെ കൂടെ നമുക്ക് കറികളൊന്നും ആവശ്യമില്ല കേട്ടോ. അപ്പം നല്ല സിമ്പിളായിട്ട് റെസിപ്പി എല്ലാം ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പം നമുക്ക് വീട്ടിലോട്ട് പോവാം. അപ്പം നമുക്ക് ആദ്യം തന്നെ ഒരു ഗ്ലാസ് പച്ചരി നന്നായിട്ട് കഴുകിയതിന് ശേഷം നമുക്ക് 2-3 മണിക്കൂർ സോക്ക് ചെയ്തിട്ട് വെക്കാം കേട്ടോ. ഇനി അതിലേക്ക് ഞാനിപ്പോൾ ഒരു 1/4 കപ്പോളം ചോറ് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ വെള്ളം ഒഴിക്കേണ്ട, നമുക്ക് വെള്ളം വേറെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ വെള്ളം കളഞ്ഞതിന് ശേഷം നമുക്കിത് ആ മിക്സിയുടെ ജാറിലേക്ക് ചോറും അരിയും മാത്രം ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ പച്ചരിയും ചോറൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂണോളം തേങ്ങ ചിരവിതുണ്ടല്ലോ അതിട്ട് കൊടുക്കുക. അപ്പോൾ 1 ടീസ്പൂൺ നിറയെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇത് നമ്മൾ ഈ അരിയും തേങ്ങയൊക്കെ സമാസമായിട്ട് വരുന്ന രീതിക്ക് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് അരച്ചിട്ടെടുക്കാം കേട്ടോ. ഇപ്പോൾ ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ നമ്മൾ ദോശമാവൊക്കെ അരച്ചെടുക്കുന്നതിലും കുറച്ച് ലൂസാക്കിയിട്ട് നന്നായിട്ട് അരച്ചിട്ടെടുക്കുക. ഇപ്പം നമ്മൾ അതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ മാവ് അരച്ചെടുക്കുമ്പം വെള്ളം കൂടാതെയും കുറയാതെ ശ്രദ്ധിക്കുക കേട്ടോ. കൂടുമ്പോൾ നമുക്കിത് ചുട്ടെടുക്കാനും ബുദ്ധിമുട്ടാവും, എന്നാൽ കുറഞ്ഞു പോയി കഴിഞ്ഞാൽ ഇത് ആവുന്നതും ബുദ്ധിമുട്ടാവും കേട്ടോ. ഉള്ളൊന്നും വേവാതെ കിട്ടും. ഇനി നമുക്കിത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു മീഡിയം വലുപ്പത്തിലുള്ള സവാള ഇട്ട് കൊടുക്കുക. അതിന് കൂടെ തന്നെ നമുക്കിത് 2 ചെറിയ പീസ് ഇഞ്ചി ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്കിത് 3-4 പച്ചമുളക്, നമ്മൾ എരിവിനനുസരിച്ചിട്ടുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കുക. ഒരു 3-4 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഇതുപോലെ കുറച്ച് കുരുമുളക് കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ ക്രഷ് ചെയ്തിട്ടെടുക്കാം കേട്ടോ. അരച്ചെടുക്കേണ്ട, വെള്ളമൊന്നും ചേർക്കേണ്ടിയില്ല. അരച്ചെടുക്കാതെ ഇതുപോലെ ക്രഷ് ചെയ്തിട്ടെടുത്താൽ മതിയേ. ഇനി നമുക്കിത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ നമുക്ക് ചെറിയ ചെറിയ പീസാക്കിയിട്ട് അരിഞ്ഞിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ചെയ്യുന്നതാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതിൻ്റെ എല്ലാ ടേസ്റ്റും നമ്മളെ മാവിലേക്ക് നന്നായിട്ട് പിടിച്ച് കിട്ടും കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം ചെറിയ ജീരകവും നമ്മളെ മാവിന് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇതുപോലെ നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് ഇത് നമ്മളിങ്ങനെ ക്രഷ് ചെയ്തിട്ട് എടുത്തുകൊണ്ട് തന്നെ എല്ലാം കൂടി നന്നായിട്ട് യോജിച്ചിട്ട് കിട്ടും. അപ്പം നമ്മൾ സവാളയൊക്കെ അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുന്നതിനേക്കാളും നല്ലത് ഇതുപോലെ ചെയ്യുന്ന കേട്ടോ. അങ്ങനെ ആകുമ്പോൾ കുട്ടികൾക്ക് കൊടുക്കുന്ന സമയത്ത് അവർക്കിത് കഴിക്കുന്ന സമയത്ത് കടിക്കുകയൊന്നും ചെയ്യില്ലല്ലോ. പച്ചമുളകൊക്കെ കടിക്കുമ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടില്ലേ ഉണ്ടാകാൻ. അപ്പം നമുക്കിത് ഇതുപോലെ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഇഷ്ടപ്പെടും കേട്ടോ. കുട്ടികളൊന്നും അറിയില്ല നമ്മൾ ഇതിൽ എന്തെല്ലാം ചേർത്തെന്ന് പോലും അവരറിയില്ല കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു പിഞ്ച് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി, നിർബന്ധമൊന്നുമില്ലേ. ഇനി ഇതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നിങ്ങൾ ബേക്കിംഗ് സോഡ ചേർക്കുന്നില്ല എന്നാണെങ്കിൽ ഒരു 10-15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കുക. അതിനുശേഷം നമുക്ക് ചുട്ടെടുക്കാം കേട്ടോ. ഇപ്പം തന്നെ ചുട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ മാവ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു രീതിക്ക് വേണം നമ്മളെ മാവ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് നല്ല ചൂടുള്ള എണ്ണയിലേക്ക് മാവ് ഒഴിച്ച് കൊടുക്കാം. ഇപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നമുക്ക് ഇത് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഫുൾ ഫ്ലെയിമിൽ തന്നെ ഈ ഒരു സമയത്ത് വെക്കാം കേട്ടോ. ലോ ഫ്ലെയിമിലൊന്നും ആക്കേണ്ട ആവശ്യമില്ല. ഫുൾ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കുക. ഇതിൽ നിന്ന് നന്നായിട്ട് പൊങ്ങി വരും. അപ്പോൾ ഇതിൻ്റെ ഉൾഭാഗമൊക്കെ നന്നായിട്ട് വേവുകയും ചെയ്യട്ടെ. നമ്മൾ ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് ഉള്ളൊന്നും വേകാതെ നിൽക്കില്ല. ഇങ്ങനെ പൊങ്ങി വന്നാൽ തന്നെ ഇതിൻ്റെ ഉൾഭാഗമൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ടാവുമേ. ഈ ഒരു സമയത്ത് ഇതിങ്ങനെ പൊങ്ങി വന്നാൽ സൈഡ് ഭാഗമൊക്കെ ഒന്ന് കളറൊക്കെ മാറി വരും. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഇതൊന്ന് തിരിച്ചിട്ടിട്ട് കൊടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ സൈഡ് ഭാഗമൊക്കെ കളറൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ തിരിച്ചിട്ടിട്ട് ഒരുപാട് സമയമൊന്നും വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ ഇതിൻ്റെ കളറൊന്ന് മാറി വന്ന് നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റി കൊടുക്കാം കേട്ടോ. ഇപ്പോൾ അതിൻ്റെ ആ ഒരു സൈഡും കൂടിയും കളറൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റി കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മളിത് ഇങ്ങനെ ആക്കി എടുക്കുമ്പോൾ തന്നെ ഇതിൻ്റെ കളറൊക്കെ മാറി ഉൾഭാഗം നന്നായിട്ട് വെന്ത് കിട്ടും. ഒരുപാട് സമയം എടുക്കും ഇത് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ട് ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ തന്നെ ചുട്ടിട്ടെടുക്കാം കേട്ടോ. അപ്പം നമുക്ക് രാവിലേക്ക് ഇതുപോലെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ കറിയൊന്നും ഇല്ലാതെ തന്നെ കുട്ടികളൊക്കെ കഴിച്ചോളൂ കേട്ടോ. അത്രയും നല്ല ടേസ്റ്റ് ആയിട്ട്. ഇനിയിപ്പോൾ നമ്മൾ ഇതിന് കൂടെ കറി വേണമെന്നുണ്ടെങ്കിൽ നല്ല ബീഫ് കറിയും ചിക്കൻ കറിയൊക്കെ ഉണ്ടെങ്കിൽ സൂപ്പർ ആയിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ടേസ്റ്റ് ചെയ്ത് നോക്കുക. നമുക്കിനി ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ തന്നെ നന്നായിട്ട് ചുട്ടിട്ടെടുക്കാം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു റെസിപ്പി ആട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുതേ. അപ്പം നമുക്ക് മറ്റൊരു പിന്നെ കാണാം. ബൈ. താങ്ക്